നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വാണിയംകുളം ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് തോൽവി. വീഴ്ച സംബന്ധിച്ച് UDF വേണ്ട രീതിയിൽ പ്രചാരണം നടന്നില്ലെന്നും ഇക്കാര്യങ്ങൾ പരിശോധിക്കുമെന്നും UDF നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ. ബൈക്ക് യാത്രികനെ ഇടിച്ചു വീഴ്ത്തി 15 ലക്ഷം കവർന്ന കേസിൽ 2 പേർ കൂടി പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. മഞ്ചേരി ആനക്കയം സ്വദേശികളായ അബ്ദുൾ ഇർഷാദ്, ഹാഫിസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 6 പേർ. നവകേരള സദസ് പുനരുദ്ധാരണ യാത്രയല്ലെന്നും കണ്ണിൽ പൊടിയിടാനുള്ളതെന്നും പാലക്കാട് രൂപതാ മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. കേരളം എങ്ങനെയാണ് കാണാനുള്ള യാത്രയാണ് ഇതെന്നും രൂപതാ മെത്രാൻ. കുമരംപുത്തൂർ കുളപ്പാടത്ത് വീട്ടിൽ അഗ്നിബാധ, ആളപായമില്ല. വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും കത്തിനശിച്ചു. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. ഒറ്റപ്പാലത്ത് MDMA-യുമായി യുവാവ് അറസ്റ്റ്. ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശി നൌഷാദാണ് 30 ഗ്രാം MDMA-യുമായി പോലീസിന്റെ പിടിയിലായത്. പ്രതി മുമ്പും സമാന കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ്. വിശദമായ വാർത്തകളിലേക്ക്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വാണിയംകുളം ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി. വീഴ്ച സംബന്ധിച്ച് UDF നിയോജക മണ്ഡലം കമ്മിറ്റി. അനുകൂല സാഹചര്യം മുതലെടുക്കാനായില്ല. UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിൽ പ്രചാരണം നടന്നില്ല. ഇക്കാര്യങ്ങൾ പരിശോധിക്കും. തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്നും UDF നിയോജക മണ്ഡലം ചെയർമാൻ T ഹരിശങ്കർ, കൺവീനർ അബ്ദുൾ റഹ്മാൻ എന്നിവർ ചെറുപ്പശ്ശേരിയിൽ പറഞ്ഞു. അവിടെ പകുതി ആൾക്കാർക്ക് വോട്ടില്ല. ആ വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരങ്ങളായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അതിൽ ഞങ്ങൾ ഞാൻ പറയാം അതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ കുറച്ച് ക്ഷീണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോടുള്ള കുറച്ചുള്ള അതും എല്ലാം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു കാലത്ത് ഞങ്ങൾക്ക് സ്ലിപ്പും കൂടിയും കൊടുക്കാൻ പറ്റാത്ത ഈ പ്രാവശ്യം കൊടുക്കാൻ പറ്റി. അപ്പോൾ വോട്ട് CPM-ൻ്റെ കംപ്ലീറ്റ് വോട്ട് പോയി. കുറേ ആൾക്കാർ ജോലി സംബന്ധമായിട്ടും ഇതായിട്ടൊക്കെ വരാൻ പറ്റാണ്ട് എതിർപ്പ് ഇതിൽ പ്രകടിപ്പിച്ചിട്ട് അത്ര കാര്യമില്ല എന്ന് ജനങ്ങൾ കരുതിയിട്ടുണ്ടായിരിക്കാം. ഞങ്ങൾ ആ ഉള്ള വോട്ടുകളെ വെച്ച് ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ല, UDF സംവിധാനം പരാജയം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സുധാകരൻ മാഷ് ആണ് മരണപ്പെട്ടത്. അദ്ദേഹം ആദരണീയനായിരുന്നു. എന്നിട്ട് പോലും അന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം നിലനിർത്താൻ ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ പരാജയമാണ്. 2000-ലേറെ വോട്ടുകൾ കുറവാണ്. ഞങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായി 100% ഞങ്ങൾക്ക് അവിടെ പ്രദർശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. അത് ഞങ്ങൾ തിരുത്തി മുന്നോട്ട് പോകും. ഞങ്ങളുടെ പോരായ്മകൾ പഠിക്കും. ഞങ്ങൾ പഠിച്ച് അതിൻ്റെ എവിടെ കുറവ് നോക്കി അതിൽ കുറവുകളോടെ നികത്തി മുന്നോട്ട് പോകും. അതാണ് UDF സംവിധാനം. ബൈക്ക് യാത്രികനെ ഇടിച്ചു വീഴ്ത്തി 15 ലക്ഷം കവർച്ച ചെയ്ത കേസിൽ 2 പേരെയും കൂടി പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കേസിൽ ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം 6 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേരി ആനക്കയം സ്വദേശികളാണ് പിടിയിലായവർ. ബൈക്ക് യാത്രികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് 15 ലക്ഷം രൂപ കവർച്ച ചെയ്ത സംഘത്തിലെ 2 പേരെയും കൂടി പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. ആനക്കയം പുളിയിലങ്ങാടി സ്വദേശികളായ ചേലത്തടത്തിൽ അബ്ദുൾ ഇർഷാദ്, കൊളക്കാടൻ ഫാഹിസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി CI പ്രേംജിത്ത്, SI സെബാസ്റ്റ്യൻ രാജേഷ് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ബൈക്കിൽ കൊളത്തൂർ ഭാഗത്തേക്ക് പണവുമായി പോവുകയായിരുന്ന മണലായ സ്വദേശിയെ ബൈക്കുകളിലും കാറിലുമായി പിന്തുടർന്നെത്തിയ സംഘം മാലാപ്പറമ്പ് MES മെഡിക്കൽ കോളേജിന് സമീപം വെച്ചാണ് ആക്രമിച്ച് പണം തട്ടിയെടുത്തത്. ബൈക്കുകൾ വിലങ്ങിട്ട് തട്ടിവീഴ്ത്തി മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് പരിക്കേൽപ്പിക്കുകയും യുവാവിൻ്റെ ബാഗിലുണ്ടായിരുന്ന 15 ലക്ഷത്തോളം രൂപ കവർച്ച ചെയ്തതായും പോലീസ് പറഞ്ഞു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ DYSP M സന്തോഷ് കുമാർ, CI പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചത്. കവർച്ച ആസൂത്രണം ചെയ്ത കുന്നക്കാവ് സ്വദേശി മുഹമ്മദ് സുഹൈലിനെയും കൂട്ടുപ്രതികളായ ആനക്കയം സ്വദേശി അബ്ദുൽ കബീർ, ഏറാംതോട് സ്വദേശി മുഹമ്മദ് യാസിൻ, ചെരക്കപ്പറമ്പ് സ്വദേശി സെയ്ദ് ആഷിഖ് എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു. ഈ കേസിൽ പോലീസിന്റെ പിടിയിലായ അബ്ദുൽ കബീർ, മുഹമ്മദ് യാസിൻ, ഇർഷാദ്, ഫാഹിസ് എന്നിവരടങ്ങുന്ന സംഘം കവർച്ച നടത്തുന്നതിൻ്റെ തലേ ദിവസം മഞ്ചേരിയിൽ യുവാവിൻ്റെ തലയ്ക്ക് കമ്പിവടി കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പോലീസ് അന്വേഷിക്കുന്ന പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു.
കവർച്ച നടത്തിയ ശേഷം പണവുമായി ഒളിവിൽ പോവാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും ഒളിവിൽ പോയ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിക്കുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു. നവകേരള സദസ്സ് പുനരുദ്ധാരണ യാത്രയല്ലെന്നും കണ്ണിൽ പൊടിയിടാനുള്ളതാണെന്നും പാലക്കാട് രൂപതാ മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് ബിജു പറയനിലം നയിക്കുന്ന അതിജീവന യാത്രയ്ക്ക് മണ്ണാർക്കാട് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാർ നല്ല ഉദ്ദേശത്തോടെയായിരിക്കാം നവകേരള സദസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലരെ സംബന്ധിച്ചും സംസ്ഥാനം എങ്ങനെയിരിക്കുന്നു എന്ന് കാണാനുള്ള യാത്രയാണ്. നവകേരള സദസ്സ് പുനരുദ്ധാരണ യാത്രയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില കണ്ണിൽ പൊടിയിടാനുള്ള യാത്രയാണ്. കുറ്റം പറയലല്ല. നവകേരള സദസ്സിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും നല്ലതായിരിക്കാം. പക്ഷേ എത്രമാത്രം സഫലീകരിക്കുമെന്ന് കൊച്ചുപുരയ്ക്കൽ ചോദിച്ചു. നമ്മുടെ യാത്ര നവകർഷക സദസ്സാണ്. ലക്ഷ്യങ്ങളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. വിഫലമായി പോകാൻ ആഗ്രഹിക്കുന്നില്ല. ന്യായമായ ആവശ്യങ്ങളല്ലാതെ അന്യായമായി നമ്മൾ ഒന്നും ആവശ്യപ്പെടുന്നില്ലെന്നും ബിഷപ്പ് പറഞ്ഞു. നമ്മുടെ ഭരണാധികാരികൾ, കേരള ഗവൺമെന്റ് നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വികസന നവകേരള സദസ്. ഇത് ഞാൻ പറയട്ടെ, പലരെ സംബന്ധിച്ചും കേരള സംസ്ഥാനം എങ്ങനെ ഇരിക്കുന്നെന്ന് കാണാനുള്ള ഒരു യാത്രയാണ്. പലരുടെയും നിയോജക മണ്ഡലങ്ങളില് എന്ത് സംഭവിക്കുന്നുവെന്ന് കാണാനുള്ള ആകാംക്ഷയോടുകൂടിയുള്ള ഒരു യാത്രയാണ്. ഒരു പുനരുദ്ധാരണ യാത്രയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില കണ്ണിൽ പൊടിയിടാനുള്ള യാത്രയല്ലാതെ മറ്റൊന്നുമല്ല. കുറ്റം പറയലല്ല. നവകേരള സദസ് ലക്ഷ്യം നല്ലതാ, ഉദ്ദേശം നല്ലതാ. പക്ഷെ എത്രമാത്രം സഫലീകരിക്കും നവകേരള സദസ്? ഇവിടെ ഞാൻ പറയട്ടെ, ഇത് ഒരു നവകർഷക സദസ്സാണ്. നവകർഷക സദസ്. ലക്ഷ്യങ്ങളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. വിഫലമായി പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ന്യായമായ അവകാശങ്ങളല്ലാതെ അന്യായമായി നമ്മളൊന്നും ആവശ്യപ്പെടുന്നില്ല. അന്യായമായി പിടിച്ചു പറ്റാൻ ക്രൈസ്തവ സമൂഹം ഒരിക്കലും ഇല്ല. ജില്ലാ പ്രസിഡന്റ് തോമസ് ആന്റണി അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ, മണ്ണാർക്കാട് ഫൊറോന ഡയറക്ടർ ഫാദർ രാജു പുളിക്കത്താഴെ, ഫാദർ ചെറിയാൻ ആഞ്ഞിലിമുട്ടിൽ, ജോമി മാളിയക്കൽ, തോമസ് പീടികയിൽ, രാജേഷ് ജോൺ, ബെന്നി ആന്റണി, ജോർജ് കോയിക്കൽ, അഡ്വക്കേറ്റ് ബോബി പൂവത്തിങ്കൽ, ജിജോ അറയ്ക്കൽ, സാനി ആന്റണി, ബെന്നി ചിറ്റേട്ട്, ഫാദർ സജി വട്ടുകുളം, സണ്ണി നെടുപ്പുറം, ബീന തകരപ്പള്ളി, എബിൻ കണിവയിൽ, ബിജു മലയിൽ, ഷാജു പഴുക്കാത്തറ, തോമസ് അറയ്ക്കൽ, ജോസ് കാഞ്ഞിരത്തിങ്കൽ എന്നിവർ പ്രസംഗിച്ചു. യാത്രയെ മണ്ണാർക്കാട് MES കോളേജ് പരിസരത്തു നിന്ന് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ടൗണിലെ സ്വീകരണവേദിയിലേക്ക് ആനയിച്ചത്. ഒറ്റപ്പാലത്ത് 30 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. ഈസ്റ്റ് ഒറ്റപ്പാലം പുളക്കുണ്ട് കൊരട്ടിയിൽ വീട്ടിൽ 39-കാരനായ നൌഷാദാണ് പോലീസിന്റെ പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അമ്പലപ്പാറയിൽ നിന്നാണ് MDMA-യുമായി യുവാവിനെ പിടികൂടിയത്. കൈവശമുണ്ടായിരുന്ന MDMA വിൽപ്പന നടത്താനുള്ള ശ്രമത്തിനിടെയായിരുന്നു അറസ്റ്റ്. പിടിച്ചെടുത്ത MDMA-ക്ക് 1 ലക്ഷത്തിലേറെ രൂപ വില വരുമെന്ന് പോലീസ് അറിയിച്ചു. SI-മാരായ VR ജയൻ, KK താഹിർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പോലീസ് ഇൻസ്പെക്ടർ M സുജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. നൌഷാദിന്റെ പേരിൽ ഇതിനു മുമ്പും സമാനമായ കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കുമരംപുത്തൂർ കുളപ്പാടത്ത് വീട്ടിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് അഗ്നിബാധ. വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും കത്തിനശിച്ചു. ആളപായമില്ല. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കുളപ്പാടം പൊന്തിരിത്തിക്കുന്ന് കരുവാൻകളത്തിൽ പത്മിനിയുടെ വീട്ടിലാണ് അഗ്നിബാധയുണ്ടായത്. വൈദ്യുതി മീറ്റർ ബോർഡിന്റെ ഭാഗത്തു നിന്നാണ് തീ പടർന്നത്. നിമിഷങ്ങൾക്കകം മീറ്റർ ബോർഡ് സ്ഥാപിച്ച ഭാഗത്തെ മുറി പൂർണ്ണമായും കത്തിനശിച്ചു. വീട്ടിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ, സ്ഥലത്തിന്റെ പ്രമാണങ്ങൾ, ആധാർ കാർഡുകൾ, വോട്ടർ കാർഡുകൾ, അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 5000 രൂപ തുടങ്ങിയവ പൂർണ്ണമായും കത്തിനശിച്ചു. വീടിന്റെ മേൽക്കൂരയും നശിച്ചു. അഗ്നിരക്ഷാസേന തക്ക സമയത്ത് എത്തിയതിനാൽ കൂടുതൽ ദുരന്തം ഒഴിവായി. 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി വീട്ടുകാർ പറഞ്ഞു. എനിക്ക് പോയിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു 2 ലക്ഷം ഉൾപ്പെടെ നാശനഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താ ചെയ്യാന്നുള്ള അറിയില്ല. ആധാരവും കാർഡും എല്ലാം കത്തി നശിച്ചു പോയി. തുണികളും എല്ലാം ഇനി അതിലൊന്നും ഇല്ലാത്തില്ല. ഇപ്പം സാധാരണ ഇടുന്ന 2 ഡ്രസ്സുണ്ട് പുറത്ത്. ഒന്ന് ഞാൻ ഇട്ടതുകൊണ്ട് ഒന്ന് ഇടാനും ഉണ്ട്, അല്ലാത്തുള്ള എല്ലാം പോയി. കട്ടിലും ഞാൻ അപ്പുറത്ത് തിരുമ്പിക്കൊണ്ടായിരുന്നു. പുറത്ത് സൗണ്ട് കേട്ടപ്പോൾ വന്ന് നോക്കിയതാ. ഉള്ളപ്പോൾ
റൂമിൽ ഇങ്ങനെ തീ പിടിച്ച് കെട്ടിയിട്ട് ഫുള്ള് ഇങ്ങനെ കത്തി പോയിരുന്നു. അതിൻ്റെ ഉള്ളിൽ ആധാരവും കുറച്ച് പൈസയും അരിയും എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഏകദേശം ഒരു 2 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ഫയർഫോഴ്സും അപ്പോഴേക്ക് നാട്ടുകാരും വന്നിട്ടല്ലേ സൗണ്ട് കേട്ടപ്പോൾ നാട്ടുകാരെല്ലാവരും വന്നു. അവരെന്നെ UDF ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തുന്ന വിചാരണ സദസ്സ് നാളെ വൈകിട്ട് 4-ന് കുളപ്പുള്ളിയിൽ നടക്കും. AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർമാൻ T ഹരിശങ്കർ, കൺവീനർ അബ്ദുൾ റഹ്മാൻ എന്നിവർ ചെറുപ്പശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാർ നടത്തുന്ന നവകേരള സദസ്സിന് ബദലായാണ് UDF നിയോജക മണ്ഡലം തലങ്ങളിൽ വിചാരണ സദസ്സ് നടത്തുന്നത്. പിണറായി സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും ദുർഭരണത്തിനും എതിരെ എന്നതാണ് വിചാരണ സദസ്സിന്റെ മുദ്രാവാക്യം. ഷൊർണൂർ മണ്ഡലത്തിൽ ശനിയാഴ്ച വൈകിട്ട് 4-ന് കുളപ്പുള്ളിയിൽ വെച്ചാണ് വിചാരണ സദസ്സ് നടക്കുക. AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യും. VK ശ്രീകണ്ഠൻ MP, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, മരക്കാർ മാരായമംഗലം P ബാലഗോപാൽ, സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ തുടങ്ങിയവരും മറ്റു നേതാക്കളും പങ്കെടുക്കും. നവകേരള സദസ്സിന്റെ പൊള്ളത്തരവും സർക്കാരിന്റെ കൊള്ളരുതായ്മകളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുകയാണ് പരിപാടിയുടെ മുഖ്യ ലക്ഷ്യമെന്നും UDF നിയോജക മണ്ഡലം ചെയർമാൻ T ഹരിശങ്കർ, കൺവീനർ അബ്ദുൾ റഹ്മാൻ എന്നിവർ പറഞ്ഞു. നമുക്കറിയാം, പിണറായി സർക്കാർ അഴിമതിയും കൊടുങ്കാര്യസ്ഥതയും ദുർഭരണം നടത്തിവരുന്നതാണ്. ഇതൊരു സർക്കാരല്ല, കൊള്ളക്കാരാണ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് മുദ്രാവാക്യം. അതിനെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കാനും ഇതിനു വേണ്ടിയിട്ട് നാളെ ഷൊർണൂർ നിയോജകമണ്ഡലത്തിൻ്റെ ജനകീയ വിചാരണ സദസ്സ് 4 മണിക്ക് കുളപ്പുള്ളിയിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത്. കുളപ്പുള്ളി സെൻറ്ററിൽ ഈ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ AICC സെക്രട്ടറി PC വിഷ്ണുനാഥാണ്, വിഷ്ണുനാഥ് MLA ആണ്. ഇതിൽ മുഖ്യ പ്രാസംഗികനായിട്ട് സിദ്ദീഖ് അലി മാങ്ങാട്ടൂർ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, പിന്നെ ബഹുമാനായ നമ്മുടെ പാർലമെൻറ്റ് മെമ്പർ ശ്രീ VK ശ്രീകണ്ഠൻ, DCC പ്രസിഡന്റ് തങ്കപ്പൻ, മുസ്ലിം ലീഗിൻ്റെ UDF ചെയർമാൻ മരക്കാർ മാരമംഗലം, കൺവീനർ UDFിൻ്റെ ജില്ലാ കൺവീനർ P ബാലഗോപാലൻ എന്നീ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി പോലീസിന്റെ നേതൃത്വത്തിൽ നേർവഴി പദ്ധതി ആരംഭിച്ചു. ജില്ലാ അഡീഷണൽ SP KL രാധാകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാനും ഉന്നത പഠനത്തിന് വഴികാട്ടിയാകാനും നിർധന വിദ്യാർത്ഥികളെ സഹായിക്കാനും അവർക്ക് നേർവഴി കാട്ടുന്നതിനുമാണ് പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. നിയമം, ട്രാഫിക്, സൈബർ തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ, വിവിധ പരിശീലന പരിപാടികൾ, സംവാദങ്ങൾ, അഭിമുഖങ്ങൾ, ലഹരിക്കെതിരായ നാടകങ്ങൾ, ഫ്ലാഷ് മോബ്, റാലി പോലുള്ള പ്രവർത്തനങ്ങൾ, മനഃശാസ്ത്ര കൗൺസിലിംഗ് തുടങ്ങിയ പരിപാടികൾ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി സ്കൂളുകളിൽ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. ജില്ലാ അഡീഷണൽ SP KL രാധാകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പോലീസ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് എന്നതാണ് വിദ്യാലയത്തോടുള്ള എൻ്റെ ആത്മബന്ധം എന്ന് പറയുന്നത് പറഞ്ഞു. പോലീസ് ആകുന്നതിന് മുമ്പ് B.Ed കഴിഞ്ഞ് 6-7 വർഷം സ്കൂൾ അധ്യാപകനായിട്ട് ജോലി ചെയ്തത് പഴയ കണക്കുമാഷയുടെ മനസ്സുമായിട്ടാണ് മൈക്കിന് മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറയുന്നതിനുള്ള സന്തോഷമാണ് എൻ്റെ ഏറ്റവും ആദ്യം. ആ സന്തോഷത്തിന് അപ്പുറം കഴിഞ്ഞ 10-28 വർഷമായിട്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ കിട്ടുന്ന അനുഭവങ്ങൾ, അത് പഴയ ഒരു അധ്യാപകൻ മനസ്സുകൊണ്ട് വിശകലനം ചെയ്ത് നോക്കുമ്പോഴും ആ അനുഭവങ്ങളൊന്നും തന്നെ നമ്മുടെ വരാൻ പോകുന്ന നാളെ കുറിച്ചിട്ട് വലിയ പ്രതീക്ഷകളോ ശുഭപ്രതീക്ഷകളോ തരാവുന്ന തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ അല്ല ഓരോ ദിവസവും കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും കടന്നു പോകുന്നതെന്നുള്ളൊരു സത്യം. ആ സത്യവുമായിട്ട് മനസ്സിൽ കയറിക്കൊണ്ട് 5-6 മാസം കഴിയുമ്പോൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഓഫീസർ എന്ന രീതിയിൽ നേർവഴി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്ത് നടത്തുന്ന ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP സ്കൂളുകൾക്ക് പോലീസിന്റെ പ്രത്യേക ഉപഹാരവും അനുമോദനവും ഉണ്ടാകും.
ഷൊർണൂർ ഡിവൈഎസ്പി PC ഹരിദാസ് അധ്യക്ഷനായി. SHO M സുജിത്ത്, CWC മുൻ മെമ്പർ ഗോവിന്ദരാജൻ, റിട്ടയർഡ് DO വേണു, ജില്ലാ ശിശു സൗഹൃദ ഓഫീസർ SI സുധീർ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യന്നൂർ ഗോപി മാസ്റ്റർ സ്മരണയിൽ നാട്ടുവിചാരം ഡിസംബർ 17 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് അടയ്ക്കാപുത്തൂരിൽ നടക്കും. ചെറുകഥാകൃത്ത് വൈശാഖൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആദ്യകാല സംഘാടകനുമായിരുന്ന ഇന്ത്യന്നൂർ ഗോപി മാസ്റ്ററുടെ 8ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് നാട്ടുവിചാരം നടത്തുന്നത്. കഥയും കാലവും എന്ന പേരിൽ കഥയെഴുത്തിന്റെ 5 തലമുറകൾ ഒത്തുചേരുന്നതാണ് ഇത്തവണത്തെ പരിപാടിയെന്ന് സംഘാടകർ പറഞ്ഞു. 17 രാവിലെ 10 അടയ്ക്കാപുത്തൂർ ശബരി PTB സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ഗോപി മാസ്റ്റർ സ്മാരക സഭാ മന്ദിരത്തിൽ വെച്ച് നടത്തുന്ന പരിപാടി ചെറുകഥാകൃത്ത് വൈശാഖൻ ഉദ്ഘാടനം ചെയ്യും. എഴുത്തുകാരനും നടനുമായ VK ശ്രീരാമൻ മുഖ്യാതിഥിയാവും. മുതിർന്ന എഴുത്തുകാരായ മുണ്ടൂർ സേതുമാധവൻ, ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി എന്നിവർ ഗോപിമാഷെ അനുസ്മരിക്കും. ചെറുകഥാകൃത്തും മാധ്യമപ്രവർത്തകനുമായ പ്രമോദ് രാമൻ കഥയും കാലവും വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. കൂടാതെ വിവിധ തലമുറകളിലെ എഴുത്തുകാരും സാഹിത്യകാരന്മാരും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അടയ്ക്കാപുത്തൂർ ഹൈസ്കൂളിൻ്റെ ആരംഭം മുതൽ പ്രധാന അധ്യാപകനുമായിരുന്ന ശ്രീ ഇന്ത്യന്നൂർ ഗോപി മാസ്റ്ററെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന നാട്ടുവിചാരം ഈ വർഷം അദ്ദേഹത്തിൻ്റെ 8ാം ചരമദിനത്തിൻ്റെ തലേന്നാണ്, അതായത് ഡിസംബർ 17 ഞായറാഴ്ച അടയ്ക്കാപുത്തൂർ ശബരി PTB സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ഇന്ത്യന്നൂർ ഗോപി മാസ്റ്റർ സ്മാരക സഭാമന്ദിരത്തിൽ വെച്ച് നടത്തുകയാണ്. 1970കളിൽ അടയ്ക്കാപുത്തൂർ ഹൈസ്കൂളിനെ ആ പ്രദേശത്തെ പ്രമുഖ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ശ്രീ ഗോപി മാസ്റ്റർ സംഘടിപ്പിച്ച കവി ഖാദിക സമ്മേളനങ്ങളുടെ ഓർമ്മയിലാണ് ഈ വർഷം നാട്ടുവിചാരം 2023 സംഘടിപ്പിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ ചെറുകഥാകൃത്തുക്കളെയും വായനക്കാരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് കഥയും കാലവും എന്ന ആലോചനയാണ് ഇത്തവണ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഓരോ വർഷവും വ്യത്യസ്ത രീതിയിലുള്ള പരിപാടികളാണ് ഇന്ത്യന്നൂർ മാസ്റ്ററുടെ ഓർമ്മയിൽ ഈ സംഘാടക സമിതി നടത്തി വരാറുള്ളത്. സംഘാടക സമിതി ചെയർമാൻ M ദാമോദരൻ നമ്പൂതിരി, കൺവീനർ ഡോക്ടർ K അജിത്, പൂർവ്വ വിദ്യാർത്ഥി സമിതി പ്രസിഡന്റ് N വാസുദേവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഹരിതശ്രീ പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റ് പ്രവർത്തന സജ്ജമാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. നിലവിൽ പ്ലാസ്റ്റിക് ഡബ്ബിംഗ് യൂണിറ്റായി മാറിയ കേന്ദ്രം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും യൂത്ത് കോൺഗ്രസ് അസംബ്ലി മണ്ഡലം പ്രസിഡന്റ് വിനോജ് രാമൻ ആരോപിച്ചു. 2017-2018 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷത്തിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച കേന്ദ്രം 2018 മെയ് 28 അന്നത്തെ MLA P ഉണ്ണിയാണ് ഉദ്ഘാടനം ചെയ്തത്. കുറച്ചുകാലം പ്രവർത്തിച്ച കേന്ദ്രം പിന്നീട് യന്ത്രങ്ങൾ തകരാറായതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. ഇപ്പോൾ പഞ്ചായത്തിൽ ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. തെരുവുനായ്ക്കൾ മാലിന്യം കടിച്ച് സമീപ പ്രദേശങ്ങളിലും മറ്റും കൊണ്ടുവന്നിടുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. യൂണിറ്റ് എത്രയും പെട്ടെന്ന് പ്രവർത്തനക്ഷമമാക്കണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വിനോജ് രാമൻ പറഞ്ഞു. അവിടുത്തെ അയൽവാസികൾക്ക് വളരെ ഏറെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്ത് ആ സ്ഥലത്ത് പ്ലാസ്റ്റിക് കടിച്ചു വലിച്ച് അടുത്തുള്ള വീട്ടിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ചന്തപ്പുര പഞ്ചായത്ത് പ്രദേശത്തേക്കും നായ്ക്കൾ അവിടുത്തെ വേസ്റ്റുകൾ കടിച്ചു വലിച്ച് കൊണ്ടുവരികയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥാപനം അവിടുത്തെ മിഷനറികൾ മൊത്തം എത്രയും പെട്ടെന്ന് നന്നാക്കി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ശ്രീകൃഷ്ണപുരത്ത് വലിയ ഒരു പ്രക്ഷോഭമാണ് ഒറ്റപ്പാലം അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടത്തും എന്നാണ് പഞ്ചായത്ത് അധികാരികളോട് എനിക്ക് പറയാനുള്ളത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും 23 ഗുണഭോക്താക്കൾ പുറത്ത്. യഥാസമയം കരാർ ഒപ്പുവെക്കാത്ത ഗുണഭോക്താക്കളാണ് ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ 23 ഗുണഭോക്താക്കളെ ഒഴിവാക്കും.
ഇതു സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ യോഗത്തിൽ അംഗീകാരം നൽകി. യഥാസമയം കരാർ ഒപ്പുവെക്കാത്തതിനാലാണ് ഇവർ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും പുറത്തായത്. പലതവണ അറിയിപ്പ് നൽകിയിട്ടും നേരിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും ഗുണഭോക്താക്കൾ കരാറിൽ ഒപ്പുവെച്ചില്ലെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. ഇവർക്ക് പകരം അർഹമായവരിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് പുതിയ ഗുണഭോക്താക്കളെ തീരുമാനിക്കും. ഇതു സംബന്ധിച്ച് കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. വീണ്ടും ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാപ്പകൽ മോഷണത്തിനെത്തിയ കള്ളൻ പിടിയിലായി. അന്തർജില്ലാ മോഷ്ടാവ് നെല്ലായ സ്വദേശി നിയാമുദ്ദീനെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ കൊപ്പം പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. ആമയൂർ കിഴക്കേക്കരയിലെ വീട്ടിൽ മോഷണം നടത്തി മുങ്ങിയ ഇയാളെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് കുടുക്കിയത്. പട്ടാമ്പിയിൽ വെച്ചായിരുന്നു ഇയാളെ പിടികൂടിയത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ കിഴക്കേക്കര ഇറ്റിത്തൊടി ആലിയുടെ ഉടമസ്ഥതയിലുള്ള പുതിയ വീടിന്റെ പണിസ്ഥലത്തെ തൊഴിലാളികളുടെ പണമാണ് ഇയാൾ മോഷ്ടിച്ചത്. ഇയാളെ ജോലിക്കാർ കണ്ടിരുന്നുവെങ്കിലും ശ്രദ്ധിച്ചിരുന്നില്ല. ഉച്ചയോടെയാണ് ജോലിക്കാരുടെ അഴിച്ചുവെച്ച ഷർട്ടിൽ നിന്നും 2600 രൂപ മോഷണം പോയ വിവരം അറിയുന്നത്. ഇക്കാര്യം ഇവിടുത്തുകാരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് നിയാമുദ്ദീൻ ഇവിടെ നിന്നും പോകുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടത്. പട്ടാമ്പി ഭാഗത്തേക്കാണ് ഇയാൾ പോയതെന്നും സൂചന ലഭിച്ചു. പണം നഷ്ടപ്പെട്ട ജോലിക്കാർ ഇയാളെ തേടി പട്ടാമ്പിയിലെത്തുകയും ഇവിടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ വെച്ച് ഇയാളെ കാണുകയും ചെയ്തു. ഇതിനിടെ വിവരമറിഞ്ഞ പോലീസും സ്ഥലത്തെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണക്കേസുകളിലെ പ്രതിയാണ് ഇയാൾ. ഒരു വർഷക്കാലയളവിൽ കുമരംപുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയുടെ പരിപാലനത്തിനായി പൊതുമരാമത്ത് വകുപ്പ് മെയിൻ്റനൻസ് വിഭാഗം ചിലവഴിച്ചത് 30 ലക്ഷത്തിലധികം രൂപ. ചുങ്കം മുതൽ കൊളപ്പറമ്പ് വരെയുള്ള ഭാഗമാണ് ഈ തുക ഉപയോഗിച്ച് നവീകരിച്ചത്. 2 തവണ ടാർ ഉപയോഗിച്ചുള്ള അറ്റകുറ്റപ്പണിയും 3 തവണ ബോൾട്ടറും മറ്റുമിട്ട് കുഴികൾ അടയ്ക്കുകയും ചെയ്തു. കൂടാതെ മഴക്കാലത്ത് പാതയോരത്തെ അഴുക്കുചാൽ വൃത്തിയാക്കൽ, കാട് വെട്ടി നീക്കൽ തുടങ്ങിയ നിരവധി പ്രവൃത്തികൾക്കായാണ് ഇത്രയും തുക ചെലവഴിച്ചത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലാണ് പ്രവൃത്തി കരാറായത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ കാലാവധി പൂർത്തിയായെങ്കിലും 3 മാസത്തേക്കും കൂടി ദീർഘിപ്പിച്ച് നൽകി. ഇത് അവസാനിച്ച ഘട്ടത്തിൽ ചുങ്കം മുതൽ കൊളപ്പറമ്പ് വരെയുള്ള ഭാഗത്തെ കുഴികൾ ടാർ ഉപയോഗിച്ച് നികത്തി കഴിഞ്ഞ ദിവസം കരാറുകാരൻ അറ്റകുറ്റപ്പണി നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തു. മലയോര ഹൈവേയായി മാറാൻ പോകുന്ന സംസ്ഥാന പാതയിലെ കുഴികൾ യാത്രയ്ക്ക് വലിയ വെല്ലുവിളി തീർത്തിരുന്നു. കോട്ടോപ്പാടം ടൗണിന് സമീപത്തും ഭീമനാട്, അലനല്ലൂർ ഭാഗങ്ങളിലെല്ലാം കുഴികൾ നിറഞ്ഞ സ്ഥിതിവിശേഷമായിരുന്നു. മുൻ വർഷങ്ങളിൽ 2 പേരുടെ ജീവൻ ഈ റോഡിൽ പൊലിഞ്ഞിരുന്നു. ജീവൻ അപഹരിച്ച റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർന്നിരുന്നു. പിന്നീട് റോഡിന്റെ പരിപാലന ചുമതല മെയിൻ്റനൻസ് വിഭാഗത്തിന് നൽകി. ഇവർ റോഡ് അറ്റകുറ്റപ്പണിക്കായി 1 വർഷം തുടർച്ചയായി മേൽനോട്ടം വഹിക്കുന്ന കരാറായി പ്രവൃത്തി വിവിധ റോഡുകളുടെ കൂട്ടത്തിൽ ടെൻഡറും ചെയ്തു. 1-ലധികം തവണ ടെൻഡർ ചെയ്തതിനു ശേഷമാണ് റോഡ് പരിപാലനത്തിന് കരാറുകാരനെ ലഭിച്ചത്. കുമരംപുത്തൂർ ഒലിപ്പുഴ പാതയിൽ മണ്ണാർക്കാട് താലൂക്ക് പരിധിയിൽപ്പെടുന്ന 16 കിലോമീറ്റർ ദൂരത്തിൽ 13.5 മീറ്റർ ഭാഗം മെയിൻ്റനൻസ് വിഭാഗവും അവശേഷിക്കുന്ന ഭാഗം കുമരംപുത്തൂർ സെക്ഷനുമാണ് അറ്റകുറ്റപ്പണി നടത്തി പരിപാലിച്ചത്. കുഴികൾ വലിയ കാലതാമസമില്ലാതെ അടയ്ക്കുകയും മഴ മാറി നിന്ന ഘട്ടത്തിൽ ടാർ ഉപയോഗിച്ച് അറ്റകുറ്റപ്പണി നടത്തിയതും ഇതുവഴിയുള്ള യാത്രയെ ഒരു പരിധിവരെ സുഗമമാക്കുകയും ചെയ്തു. മലയോര ഹൈവേ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് വിവരം. കഴിഞ്ഞ മാസം അലനല്ലൂരിൽ എൻ ഷംസുദ്ദീൻ MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രവൃത്തികൾ 3 മാസം കൊണ്ട് ആരംഭിക്കുമെന്നാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ അറിയിച്ചത്. എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹൈസ്കൂളിലെ ലിറ്റിൽ കിഡ്സ് യൂണിറ്റ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. KSM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളുടെ പേരാണ് വോട്ടർ പട്ടികയിൽ ചേർക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തവരുടെയും 2024 ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയാക്കുന്നവരുടെയും പേരുകളാണ് വോട്ടർ പട്ടികയിൽ ചേർക്കുന്നത്. ഡിസംബർ 7-ന് ആരംഭിച്ച ക്യാമ്പ് ജനുവരി 10-ന് അവസാനിക്കും. ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായ ദിയ ഹെന്ന, സനിൽ ഫുവാദ്, വി ബിലാൽ, അഹസന, റിഫ്ന, ഷാന തസ്നി എന്നിവരാണ് പട്ടികയിൽ പേര് ചേർക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽ അജിത് കുമാർ, സ്കൂൾ പ്രധാനാധ്യാപകൻ പി റഹ്മത്ത്, സ്കൂൾ PTA എക്സിക്യൂട്ടീവ് അംഗം പി അഹമ്മദ് സുബൈർ, സ്റ്റാഫ് സെക്രട്ടറി VP അബൂബക്കർ, സീനിയർ അസിസ്റ്റന്റ് VP പ്രിൻസില, കോളേജ് മാനേജ്മെന്റ് പ്രതിനിധി നാസർ കാപ്പുങ്ങൽ, ലിറ്റിൽ കൈറ്റ്സ് അധ്യാപിക എ സുനിത, ലിറ്റിൽ കൈറ്റ്സ് അംഗം റിഷ ഷെരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഒറ്റപ്പാലം സബ് കളക്ടറായി ഡോക്ടർ മിഥുൻ പ്രേംരാജ് ചുമതലയേറ്റു. സബ് കളക്ടറായിരുന്ന ഡോക്ടർ ധർമ്മശ്രീക്ക് സ്ഥലം മാറ്റമായതിനെ തുടർന്നാണ് മിഥുൻ പുതിയ സബ് കളക്ടറായി ചുമതലയേറ്റത്. കോഴിക്കോട് വടകര കൈലാസത്തിൽ ഡോക്ടർ പ്രേംരാജിന്റെയും ബിന്ദുവിന്റെയും മകനാണ് മിഥുൻ. 2021 IAS നേടുന്നത്. ഓൾ ഇന്ത്യ തലത്തിൽ 12ാം റാങ്കും സംസ്ഥാനത്ത് 2ാം സ്ഥാനവും നേടിയിരുന്നു. റവന്യൂ ഡിവിഷന്റെ 66ാം സബ് കളക്ടറായാണ് മിഥുൻ ചുമതലയേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വാണിയംകുളം ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് തോൽവി. വീഴ്ച സംബന്ധിച്ച് UDF വേണ്ട രീതിയിൽ പ്രചാരണം നടന്നില്ലെന്നും ഇക്കാര്യങ്ങൾ പരിശോധിക്കുമെന്നും UDF നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ. ബൈക്ക് യാത്രികനെ ഇടിച്ചു വീഴ്ത്തി 15 ലക്ഷം കവർന്ന കേസിൽ 2 പേർ കൂടി പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. മഞ്ചേരി ആനക്കയം സ്വദേശികളായ അബ്ദുൾ ഇർഷാദ്, ഹാഫിസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 6 പേർ. നവകേരള സദസ് പുനരുദ്ധാരണ യാത്രയല്ലെന്നും കണ്ണിൽ പൊടിയിടാനുള്ളതെന്നും പാലക്കാട് രൂപതാ മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. കേരളം എങ്ങനെയാണ് കാണാനുള്ള യാത്രയാണ് ഇതെന്നും രൂപതാ മെത്രാൻ. കുമരംപുത്തൂർ കുളപ്പാടത്ത് വീട്ടിൽ അഗ്നിബാധ, ആളപായമില്ല. വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും കത്തി നശിച്ചു. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. ഒറ്റപ്പാലത്ത് MDMAയുമായി യുവാവ് അറസ്റ്റ്. ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശി നൌഷാദാണ് 30 ഗ്രാം MDMAയുമായി പോലീസിന്റെ പിടിയിലായത്. പ്രതി മുമ്പും സമാന കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.